മച്ചമാരി വണ്ടിപ്പണിക്കാരൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കൂർഗ് കറങ്ങും അല്ലേ. ഇന്ന് നമ്മൾ കൂർഗ് ഫുള്ളായിട്ട് കറങ്ങുന്ന പരിപാടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ അതേ നമ്മുടെ കൂട്ടത്തിൽ ചിന്നാടനുണ്ട്, പിന്നെ അതേ നമ്മുടെ തോട്ടയുണ്ട്. അപ്പോൾ കാര്യങ്ങളെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ആ വീഡിയോയുടെ ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ മറക്കാതെ കാണണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഗോൾഡൻ ടെമ്പിളിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഗോൾഡൻ ടെമ്പിളിൽ എത്തി നമ്മുടെ സഹപാഠികളും നമ്മുടെ അയലത്തുകാരനുമായ പേര് പറ കണ്ണൻ രാഹുൽ. അപ്പോൾ ഇവർ വന്ന വണ്ടി ഏതാണെന്ന് ചോദിച്ചാൽ ദേ കിടക്കും നമ്മുടെ ഡാഡി ബ്രോ, നമ്മുടെ ഗാഥ മാറി ഡാഡി ബ്രോ ആയ ചെറുക്കൻ, പെണ്ണ് മാറി ചെറുക്കനാക്കി അല്ലേ. ഇത് ഞാൻ ഒറ്റ വരുത്തുന്നു അണ്ണൻ. അതെ നമ്മുടെ ടീമല്ലേ ഇവിടെ നിൽക്കുന്നു. പിന്നെ അത് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിനകത്ത് കയറി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ കുറേ വീഡിയോയിൽ നമ്മൾ ചെയ്ത ഗോൾഡൻ ടെമ്പിൾ. പിന്നെ അതേ നമ്മുടെ കൂട്ടത്തിൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറുക്കൻ ദേ കിടക്കുന്നു, നമ്മുടെ ചെറുക്കൻ പവറായിട്ട് ദേ കിടക്കുന്നു കേട്ടോ. പിന്നെ ദേ സലാമിൻ്റെ വണ്ടി, പിന്നെ നമ്മുടെ നജാത്തിൻ്റെ വണ്ടി. നജാത്തിൽ നമ്മുടെ അണ്ണനെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ ദേ ഞങ്ങൾ ഇന്നലെ നൈറ്റ് ഓടി രാവിലെ എത്തി. അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങളൊന്ന് അമ്മിലൊന്ന് ഇനി നമുക്ക് കണ്ണാ ഇടിമാർ നിന്നിട്ടോടെ പോയി. ഇതിനകത്തുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഗാഥ ഇപ്പം മാറിയിട്ട് ഡാഡി ബ്രോ ആയേക്കാണ് കേട്ടോ. നമുക്ക് ടിബറ്റൻ ഫ്ലാഗ് കേട്ടോ. നമ്മുടെ ചെറുക്കനൊരു ടിബറ്റൻ ഫ്ലാഗ് വേണം. കിണിങ്ങിനി ഒരുപാടാവത്തില്ല. ബാമ്പൂനോ അവിടെ നോക്കാം. ഉണ്ടോ അവിടെ? വിടില്ല. അടുത്തടുത്ത് നമ്മുടെ ചെറുക്കന് ടിബറ്റൻ ഫ്ലാഗ് ഇവിടുന്നായിരുന്നു. കൊടേ മടിയോ നശിപ്പിക്കണം. അടിച്ചു പണിക്കൊണ്ട് പോകുന്നത് നോക്കിക്കണോ കളറാണ്. നിനക്കതല്ലേ വേണ്ടേ. അപ്പോൾ ഇതേ വശമാര് നമ്മൾ ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ മേടിച്ച് നമ്മുടെ ചെറുക്കനെ കെട്ടാൻ വേണ്ടി ടിബറ്റൻ ഫ്ലാഗ് ഒക്കെ മേടിച്ച് ഇത് ചെറുത് കിട്ടിയപ്പോൾ നമ്മുടെ കണ്ണൻ തേമ നീ ഇത് എടുക്കാതെ കയറി കഴിഞ്ഞാൽ എങ്ങനെ ഇത് തരും. ഭയങ്കര ബുദ്ധി കേട്ടോ. അടാ ഇവിടെ ഒരെണ്ണം കിട്ടും. അപ്പുറത്തെ പൈപ്പേ കിട്ടും. എന്നാ അതല്ല അതേ കിട്ടും അപ്പുറത്തെ പൈപ്പ് അതേ കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഉടക്കരുത്. രണ്ട് ചുറ്റിടാ. വലിക്കരുത്. ഈ പച്ച ഇവിടെ പറഞ്ഞു. ചെറിയ ലൂസി കിടക്കണം. ഓട്ടത്തിൽ പറക്കണം. അതാണ് വലിച്ചു വെച്ചെന്ന് അല്ല. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇതേ കെട്ടണ്ട. ഇതേ കെട്ടിയാൽ മതി. ഇച്ചിരി പൊക്കത്തിൽ കെട്ടിയാൽ മതി. അപ്പൊ ശരിയാണല്ലോ. അപ്പൊ ഇത് തന്നെ മതിടാ. ഈ പച്ച വരെ മതി. മഞ്ഞ വരെ ശങ്ക ഉണ്ടായിരുന്നു. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടായിരുന്നു. ഏതായാലും അതേ കെട്ടിയ കിട്ടും. അത് ഒരുപാട് വലുതാവത്തില്ലോടാ. അവിടെ കാണാൻ വേറെ ഹുക്ക് ചെയ്യാനുണ്ടോ സ്ഥലം? ഇല്ല. അവിടെ കെട്ടിക്കഴിഞ്ഞാൽ വൈഡായിട്ട് കിടക്കൂടാ. ഇത് മതി, ഇവിടെ കെട്ടിയാൽ മതി. ഇവിടെ ഇറങ്ങുന്നു.
ആ അവിടെ താഴെ കെട്ടാം, ഇറങ്ങും. ഇത് കെട്ടുന്ന പോലെ തന്നെ ഇത് നമ്മുടെ ഗാഥയിലും കെട്ടുന്നു അടിയിൽ. എടാ ഫ്രണ്ട് ഇത് നല്ലതല്ലേടാ, വേറെ പഴയത് കിടപ്പില്ലേ? ഫ്രണ്ട് ബുൾബാറ കെട്ടിയ അടിപൊളി. ബുൾബാറ കെട്ടണം. അകത്തിരിക്കുന്ന സാധനം. നീ അവന് 2 എടുക്കാം, നമുക്ക് ഫ്രണ്ടിലും ഗ്ലാസ് ഒക്കെ ഇട്ടാ തരുമോ? കൊടു. പിടി. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നത്? വണ്ടിപ്പണിക്കാരന് പിന്നെ കളത്തിലിറങ്ങിയിട്ടുണ്ട്. അതൊന്ന് മുറിച്ചു കൊടുക്കോ? ചവിട്ടാടോ അത്? അത് തയ്യല റിവേഴ്സ് ക്യാമറ എന്ത് വേറൊന്നും അന്തസ്. പക്ഷെ വേറൊരു കാര്യം നീ വണ്ടി സ്റ്റാർട്ട് ചെയ്യോ? അതെന്താ ചവിട്ടാടോ അത് കയറി? എന്റെ വാലും കുരുങ്ങും. അത് തന്നെ മേളിൽ നിന്നിട്ട് ആ കുരുക്ക് മാറ്റിട്ട് വേണം അത് വലിച്ചത്. നീ ഇങ്ങനെ വെച്ചെങ്കിൽ എന്തായാലും കുരുങ്ങും. അത് വലിച്ചു കിട്ടിക്കഴിഞ്ഞാൽ കുരുങ്ങത്തില്ല. അതുപോലെ ഇങ്ങനെ കിടക്കും. ഇങ്ങനെ കിടന്ന് കുറച്ച് നാളുകൊണ്ട് ഞാൻ വിചാരിച്ചു ഫ്ലാഗ് കെട്ടണം. ഞങ്ങൾക്ക് കൂറുകി വരാൻ പറ്റില്ല അന്നേരം. അന്നേരം ഒന്നും പറ്റിയില്ല. വരുമ്പോ അവരാഴ്ച എനിക്ക് ഈ മാസം കിടക്കുന്ന എല്ലാം കൂറുക. അയ്യോ പണി എന്നെ കൊണ്ട് ഇടിച്ചാൽ നമുക്കൊരു വെറൈറ്റി കെട്ടിയാല ശരിയായിരുന്നു. നിനക്ക് വേണ്ടേ? എനിക്ക് വേണം. എന്നാ പോയിട്ടോ, ഒരെണ്ണം പുറയിലൂടെ ആയിക്കോട്ടെ. അപ്പൊ ദേ നമ്മുടെ ചെറുക്കൻ്റെ തേണ്ട നമ്മള് വേണ്ടി ഇവിടെ ഒരു ടിബറ്റൻ ഫ്ലാഗ് കിട്ടിയേ. ഞാൻ എവിടേക്ക് താക്കോലി പിള്ളേർ വന്നിരിക്കും തുറന്നിട്ട്. ആ തുറന്നു കിടക്കുക. പിന്നെ നേരെ ബൈക്കിലേക്ക് വരാതെ നേരത്ത് ബൈക്കിൽ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവന്മാർ പറഞ്ഞിട്ട് ഇവിടെ കെട്ടാമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാൻ പോയിരിക്കുന്നു. കറ നല്ലതാണ്, ഭയങ്കര അഴുക്ക് കേട്ടോ. അപ്പോൾ അതേ വീണ്ടും നമ്മൾ ടിബറ്റൻ ഫ്ലാഗ് മേടിച്ചിട്ടുണ്ട്. നീ മേടിച്ചില്ലേ? എന്താ കാറയിടാനല്ലേ? വാ നമുക്കിത് കേട്ടാം. അപ്പോൾ 1 2 3 ടിബറ്റൻ ഫ്ലാഗ്. ഇതെല്ലാം ഒരാഴ്ചത്തെ ട്രിപ്പിലേ ഉള്ളു. കരി പിടിച്ച് നാശവും കഴുകിയിടും ഞങ്ങള്. ഇവിടെ സ്ഥലമുണ്ടോ കേട്ടോ? ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബാക്കിലും ടിബറ്റൻ ഫ്ലാഗ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ട്യൂട്ടോറിയിൽ നിന്നാണ് നമ്മൾ ട്രിപ്പ് വന്നത്. സാറേ എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. ആ സാറിൻ്റെ പേര് പറഞ്ഞു. എൻ്റെ പേര് അനന്തകൃഷ്ണൻ എന്നാണ് യഥാർത്ഥ പേര്. നമ്മുടെ ട്യൂട്ടോറിയുടെ പേര് മാഗസ്. മാഗസ് MAGUS. കരുനാപ്പള്ളി. റോയൽ മാഗസ് കരുനാപ്പള്ളിയിലെ ടീമാണ് നമ്മുടെ കൂടെ വന്നത്. അപ്പോൾ സാറിനെ ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞാൽ സാറ് പിള്ളേരുടെ കൂടെ ഒത്തിരി തിരക്കും കാര്യമായിട്ടൊക്കെ നടക്കുമായിരുന്നു. ഇപ്പോഴാണ് സാറൊന്ന് ഫ്രീ ആയത് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് മൈസൂർ പൊളിക്കണം. പിള്ളേരുടെ എല്ലാവരും ഒരു വീഡിയോ എടുക്കണം, നമുക്ക് സമാധാനത്തോടെ എടുക്കാം. പിന്നെ ഇന്നലെ നൈറ്റ് ഓടി വന്നതിന്റെ ധൃതിയും അടുത്ത പരിപാടിയൊക്കെ അറിയാമല്ലോ. ബാംബു പാലസ്, അടുത്ത ബാംബു DJ നമുക്ക് ബാക്കി DJ ഒക്കെ തകർക്കണം. അപ്പോൾ നമ്മുടെ പിള്ളേർ ഗോൾഡനിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ രാവണൻ ചെറുക്കനെ എടുത്തോട്ട് എങ്ങോട്ടാടാ ചിന്നാടാ? ബാംബു ഫോറസ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ ബാംബു ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഗാഥ ഫ്രണ്ടിൽ നമ്മുടെ ചെറുക്കൻ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പോലീസ് വെഹിക്കിൾ മാമും. അപ്പോൾ നമ്മുടെ RTO നമ്മുടെ ടാക്സ് എടുക്കാം അല്ലേ? ടാക്സിന് വേണ്ടി വന്നിട്ടുണ്ട്. ചാകരയാണ് ഇന്ന് അവർക്ക്. ഇവിടെ ഫ്രണ്ടിൽ ഫുള്ള് വണ്ടി കേട്ടോ, കാണിച്ചു തരാം. ബാംബുവിനകത്തോ? ബാംബു ഫോറസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ബാംബു ഫോറസ്റ്റിൽ ഒരു തനി ഒരുവൻ, അതായത് ഒറ്റയാൾ പോരാളി. എതിരെ കിടക്കുന്ന ടീംസിനെ കണ്ടോ? ചില്ലറക്കാരല്ല. ഇത്രയും വണ്ടി കിടക്കുന്നു. നമ്മുടെ ചെറുക്കൻ ഒറ്റയ്ക്ക് ഇവിടെ. ഓ എൻ്റെ വണ്ടി കിട്ടില്ല. അതിനകത്ത് ഒരു സാധനം ഇരിക്കുന്നു. കഴിഞ്ഞ് ഇറങ്ങി. നിന്റെ കണക്ക് കഴിഞ്ഞ
എങ്ങനെയൊക്കെയായി? എല്ലാം കുറിച്ച് കറക്റ്റ് വെച്ചിട്ടുണ്ട്. 1 രൂപ പോയാ പിടിക്കും. 1 രൂപ പോയി കഴിഞ്ഞാൽ അത് പിടിക്കും തന്നെ. വാടാ. അപ്പൊ ഈ സൈഡിലേക്ക് വരാൻ നേരത്തെ നമ്മുടെ കൊമ്പനും ടീംസിന്റെ കിടക്കുന്നു. അങ്ങോട്ടല്ല, ഇങ്ങോട്ട് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് വരാം. അമ്മരോടെ ആയിക്കോട്ടെ. ரிட்டர்ன் வரதுடா 8 மணிக்கு தானே போறது. ബാമ്പൂര് പുതിയതായിട്ട് വന്ന സാധനം കേട്ടോ. വന്നിട്ട് കരടി. ഓ അപ്പൊ നമ്മുടെ പിള്ളേരൊക്കെ വന്നു കേട്ടോ. എടാ വണ്ടിക്കകത്ത് കയറി കേട്ടോ. വരൂ. എനിക്ക് എങ്ങനെയുണ്ടാ? പൊളിയല്ലേ? കണ്ണ് കാണാവോ? ഒരു അടി കൊടുക്കും. ഡിജെയുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കണം. ഇതേ നമ്മൾ അങ്ങോട്ട് കയറിയപ്പോൾ കണ്ടതൊന്നുമല്ല കേട്ടോ. ഇവിടെ ആകെപ്പാടെ മാറി. ഇവിടെ ഒരുപാട് വണ്ടികൾ വന്നു കേട്ടോ. കേരളല്ലേടാ ഇത്? ഇതേതാ വണ്ടി? സഹറ. കർണാടക. എല്ലാം കർണാടക വണ്ടി. നമ്മുടെ വണ്ടി. അപ്പം മച്ചാമാരെ ഇത് നമ്മുടെ ഇന്നത്തെ കൂർഗിലെ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് ഇത് കണ്ണൻ നമ്മുടെ തോട്ട വണ്ടിക്കാൻ തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. നമ്മുടെ ഓട്ടം കഴിഞ്ഞ് നമ്മൾ വണ്ടിക്കെല്ലാം ഇങ്ങനെ വൃത്തിയാക്കും. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്ത് മാത്രം വൃത്തിയാക്കി ഇവിടെ എല്ലാം ക്ലീൻ ആക്കി കേട്ടോ. ഇവിടെ മൊത്തം മണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചിന്നാട് നല്ല ചീഞ്ഞളിഞ്ഞിരി ഇവിടെ ഇരിക്കുന്നു. ചീഞ്ഞളി നിന്റെ മുഖം കണ്ടാലേ അറിയാം. ക്ഷീണമുണ്ട് അശോകന്. ഓ ചെറുക്കൻ പഞ്ചാര. കണ്ണന്റെ കഷ്ടപ്പാട് കണ്ടാ. അപ്പൊ എന്തോടാ എവിടത്തേത്? ദുബാരയിലല്ലേ? ആലപ്പുഴ ബീച്ച് തൊട്ട് കൂർഗ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോഡ് മണ്ണ് അടിച്ചിങ്ങെടുത്തേക്ക് കേട്ടോ. ആലപ്പുഴ ബീച്ച്, കൂർഗ് അല്ല അടിവാരം കൂർഗ് എല്ലാം അപ്പൊ ക്ലീൻ എല്ലാം വൃത്തിയായിട്ടുണ്ട്. അപ്പൊ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബെൽ ബട്ടനോട് അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഗണപതിക്ക് മാല
ഒന്ന് ഞാൻ മൈൻഡപ്പ് ചെയ്യട്ടാ. ഗണപതിക്ക് നാളെ മാല മേടിച്ചു കൊടുക്കും. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ഗണപതി ഉണ്ണി ഗണപതി ഇരിപ്പുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു മാല മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂർഗിലെ വിശേഷങ്ങൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലൈനിൽ കാണാൻ വശം വരെ. അപ്പോൾ അതുവരേക്കും അല്ല, അതിന് മുമ്പ് ഒരു കാര്യം കൂടെ. അതിന് മുമ്പ് വശം വരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഐഡിയുടെ ലിങ്ക് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഇടുന്നതായിരിക്കും. നമുക്ക് മെസ്സേജ് അയക്കേണ്ട ഒരു മെസ്സേജ് അയക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പാക്കേജിൻ്റെയും പിന്നെ അതുപോലെ തന്നെ എൻക്വയറി സംബന്ധമായിട്ടും ഞാനൊരു നമ്പർ വീഡിയോയ്ക്ക് അടിയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് എൻക്വയറി സംബന്ധമായിട്ട് മാത്രം കേട്ടോ. എൻക്വയറി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫാൻസുകാർ വിളിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും ഫോൺ എടുക്കാൻ പറ്റിയില്ലെന്ന് വരും. എൻക്വയറീസ് ആണെങ്കിൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ എൻക്വയറി മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നമ്മൾ റിപ്ലൈ തന്ന് നമ്മൾ ആ എൻക്വയറി ഒക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഓട്ടത്തിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം തരുന്നതായിരിക്കും. പക്ഷേ അതുവരേക്കും ടാറ്റ ബൈ ബൈ.